സർ, ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ മഹാഭാരത കാലം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് മഹാഭാരതം വായിക്കുന്ന ഒരാളിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നത് ഈ അധികാരി വർഗം ഈ പിന്നോക്ക ജാതികളിൽ നിൽക്കുന്ന ആൾക്കാരെ ഉയർന്ന സ്ഥാനത്തേക്ക് വരുന്നതിനെ തടയുന്നതിനുള്ള ഒരു അടവായിട്ടാണ് മഹാഭാരതത്തിൽ കാണുന്നത്. അതിനെക്കുറിച്ച് സാറ് ഒന്ന് വിശദീകരിക്കാമോ? ജാതീയമായ വേർതിരിവ് അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇന്നും തുടരുന്നുമുണ്ട്. അതിൻ്റെ പ്രധാന കാരണം തുടക്കം തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അത് പിന്നെ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല എന്ന് പല ഭാഗത്തും പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജന്മമല്ലാതെ മറ്റൊന്ന് പറയാൻ സാധ്യമല്ലല്ലോ എന്നുള്ള നിസ്സഹായതയും ഇതിനകത്തുണ്ട്. ഇത് മഹാഭാരതത്തിലെ വരുമ്പോൾ കുറച്ചുകൂടി കരുത്ത് പകരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വിശേഷം. മഹാഭാരതത്തിൽ ജാതിയെ വിളിച്ച് ചൂണ്ടി അപമാനിക്കുന്ന രംഗം കർണൻ്റെ ആയോധന പ്രദർശന ദിവസത്തെ രംഗപ്രവേശമാണ്. എന്താണ് നിൻ്റെ കുലം? നീ ആരുടെ പുത്രൻ? നീ ഏറ്റുമുട്ടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി പാണ്ഡുവിൻ്റെയും കുന്തിയുടെയും മകനായ അർജുനനാണ്, ക്ഷത്രിയനാണ്. നിനക്ക് പറയാൻ എന്തുണ്ട്? ഈ ചോദ്യം ഉന്നയിക്കുന്നത് കൃപാചാര്യരും അദ്ദേഹത്തോടൊപ്പം തന്നെ വിതുരരുമാണ്. വിതുരർ ധർമ്മസംഹിതയുടെ ഒരു ആധികാരിക വക്താവായിട്ടാണ് മഹാഭാരതത്തിൽ കാണുന്നത്. ഈ ചോദ്യത്തിന് കർണന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ അവിടെ ഒരു കാവ്യഭംഗിയിലൂടെ അതിനെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. കർണൻ ഉദിച്ച് വരുന്ന സൂര്യനെ നോക്കുന്നതായും അത് കഴിഞ്ഞപ്പോൾ വിറയാർന്ന ശരീരത്തോടു കൂടി കടന്നു വരുന്ന അതിരഥനെ കാണുന്നു. അതിരഥൻ ഭീഷ്മരുടെ തേരാളിയാണ്. അവിടെ വെച്ച് സൂതപുത്രനാണ് കർണനെന്ന് അദ്ദേഹത്തെ ആദ്യം പരിഹസിച്ച് പറയുന്നയാൾ ഭീമനാണ്. ഈ ഭീമൻ എന്ന് പറയുന്നത് നമ്മുടെ സാമാന്യ ജനത്തിൻ്റെ ഒരു പ്രതിനിധിയാണ്. അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായ തലവും അത് തന്നെയാണ്. കൂട്ടത്തിൽ ഒരു വാചകവും കൂടി ഭീമൻ പറയുന്നുണ്ട്: പട്ടിക്ക് യജ്ഞശാലയിൽ എന്താ കാര്യം? അപ്പോൾ യജ്ഞം ശ്രേഷ്ഠമാണ്, അവിടെ ഇരിക്കേണ്ടവർ അർഹമായ യജ്ഞോപവീതം കിട്ടേണ്ടവരുമാണ്. എന്നാൽ പട്ടിക്ക് മാത്രം അവിടെ നിഷിദ്ധമാണ്. അപ്പോൾ ആ നിലയിൽ നിഷിദ്ധനായ ഒരു ജീവിയായി കർണനെ അവതരിപ്പിക്കുന്നത് ഭീമനാണ്. ഈ ഒരു വാക്കിലൂടെ കർണനിലെ കരുത്തിനെ ചോർത്തിക്കളയാനും കൂടി ശ്രമിക്കുന്നു. മഹാഭാരതത്തിലുടനീളം കർണൻ സൂതപുത്രൻ എന്ന വാക്കിനാണ് അറിയപ്പെടുന്നത്. ഈ സൂതപുത്രനായിട്ട് അറിയപ്പെടുന്ന നിമിഷവും ഇതിനൊക്കെ സാക്ഷിയായ കുന്തി നിശബ്ദയാണ്. ഈ കുന്തിയുടെ നിശബ്ദത നമ്മൾ പഠിക്കേണ്ടതാണ്. സ്വന്തം പുത്രനാണെന്ന് അറിഞ്ഞിട്ടും ആ നിമിഷം ഇവൻ എൻ്റെ മകൻ എന്ന് പറയാനുള്ള ധൈര്യം ഇല്ലാതാക്കിയത് ഏത് ഘടകം എന്നുള്ളത് നോക്കുക. ആ ഘടകം എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ ഘടകമാണ്. കുന്തിയുടെ നേരത്തെ ഞാൻ വിശദീകരിച്ചതുപോലുള്ളൊരു ലക്ഷ്യം എന്ന് പറയുന്നത് കുരുവംശത്തിൻ്റെ ഭരണാധിപരായിട്ട് പാണ്ഡുവിൻ്റെ മക്കൾ വരണം. അത് ഒരു ജന്മവ്രതമായി കരുതുകയും അതിസമർത്ഥമായിട്ട് അതിനുള്ള കരുക്കൾ നീക്കുകയും ചെയ്ത കുന്തിക്ക് അതിനിടയിൽ ഒരു കല്ലുകടി പോലെയോ ഒരു ദുശകുനം പോലെയോ തോന്നിയിട്ടുണ്ട് ഈ കർണൻ എന്ന് പറയുന്ന കഥാപാത്രം. കർണന് നേരിട്ട ഈ ജാതീയമായ ഉച്ചനീചത്വം കർണനെ പോലെ തന്നെ അനുഭവിക്കുന്ന മറ്റൊരു കഥാപാത്രമുണ്ട്. അതാണ് ഏകലവ്യൻ. ഏകലവ്യൻ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ മകൻ കൂടിയാണ്. വന മേഖലയിലെ ഭരണാധികാരി എന്നേ ഉള്ളൂ. അദ്ദേഹത്തിനെ ഒരു വാക്കിൽ വിശേഷിപ്പിക്കുന്നത് നിഷാദനായ നിനക്ക്, നിഷാദൻ എന്ന് പറയുന്നത് മലയാളത്തിൽ കാട്ടാള്, നിഷാദനായ നിനക്ക് വേണമെങ്കിൽ മഗധയിൽ പോയി പഠിക്കാം ആയോധനകല. അപ്പം മഗധ എന്ന് പറയുന്നത് ജരാസന്ധൻ്റെ രാജ്യമാണ്. ജരാസന്ധൻ ഒരു നീച കഥാപാത്രമായിട്ടാണ് മഹാഭാരതത്തിൽ പറയുന്നത്. കാരണം ജരാസന്ധനെ ജരയാൽ സന്ധിക്കപ്പെട്ടവൻ കൃഷ്ണൻ്റെ ശത്രു,
അങ്ങനെ ഉള്ള ഒരു കഥാപാത്രം ഭരിക്കുന്ന രാജ്യമാണ് മഗധ. മഗധയിൽ പക്ഷേ ജാതീയമായ ഉച്ചനീചത്വമില്ല. ഇത് കർണനോടും പറയുന്നുണ്ട്, നിനക്കും വേണമെങ്കിൽ മഗധയിൽ പോയി വല്ലതും പഠിക്കാം. ഈ ആദ്യത്തെ അരങ്ങേറ്റ അത് കഴിഞ്ഞതിന് ശേഷം അതാരാ പറയുന്നത്? അത് പറയുന്നത് ഭീഷ്മരാണ്. അപ്പം ഭീഷ്മരുടെയും മനസ്സിൽ പറയുന്നത് സമൂഹം ഉണ്ടാക്കിയ നിയമങ്ങളാണ്. അപ്പോൾ അതിന് ബദൽ ചോദ്യം വരുന്നുണ്ട്, ഈ സമൂഹം എന്തൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കി, എന്തൊക്കെ നിയമങ്ങൾ ഇല്ലാതാക്കി, എങ്ങനെ ബ്രാഹ്മണനും ക്ഷത്രിയൻ്റെ ധർമ്മം സ്വീകരിക്കാൻ പറ്റുന്നു. അതിന് ഉദാഹരണമായി പറഞ്ഞത് ദ്രോണർ, പരശുരാമൻ തുടങ്ങിയ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ പിൽക്കാലത്ത് ക്ഷത്രിയ ധർമ്മം അനുഷ്ഠിച്ചു. എന്നാൽ ഒരു ക്ഷത്രിയൻ ബ്രാഹ്മണൻ്റെ നിലയിലേക്ക് ഉയരാനായിട്ട് ബ്രഹ്മജ്ഞാനിയാകാൻ ശ്രമിച്ചത് വിശ്വാമിത്രനാണ്. ആ വിശ്വാമിത്രൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ച്, വെറും ഒരു ക്ഷത്രിയനെ ബ്രാഹ്മണനാകാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ സാധാരണ താഴ്ന്ന ജാതിക്കാരനായ ഒരുത്തന് ഒരല്പം ഉയരണമെങ്കിൽ എന്ത് കഷ്ടപ്പെടണം എന്ന് ഡോക്ടർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു വിശേഷം എന്ന് വെച്ചാൽ, നമ്മളിവിടെ വസിഷ്ഠൻ്റെ പശു അതിനെ നന്ദിനി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അന്ന് ഉത്തരേന്ത്യയിൽ അതിനെ അറിയപ്പെടുന്ന വാക്ക് ശബള എന്നാണ്. ശബള. ആ വാക്കിലാണ് ഇതിനെക്കുറിച്ച് ആ ഒരു ആധികാരികതയോടുകൂടി തന്നെ ഡോക്ടർ അംബേദ്കർ പറയുന്നുണ്ട്. അംബേദ്കർക്ക് മഹാഭാരതത്തിലും രാമായണത്തിലും ഇന്ത്യയിലെ പുരാണ ഇതിഹാസങ്ങളിലും മാത്രമല്ല ഉപനിഷത്തുകളിലും അഗാധ ജ്ഞാനം ഉണ്ടായിരുന്നു. അദ്ദേഹം അവയൊക്കെ എത്രയോ മനനം ചെയ്തിട്ട് അതിൻ്റെ അർത്ഥമില്ലായ്മയെയും കളിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കളിയാക്കൽ പറയാമല്ലോ.